ഹലോ, എല്ലാവർക്കും വെസ്മീഡിയ ട്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ സെം 2ലെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ വായിക്കാം. ദ നെക്സ്റ്റ് മോർണിംഗ് സിൽവിയ ക്ലൈംസ് എ tall pine tree to have wider view of the forest and spot the white heron's nest. She bravely climbs the white oak. From the oak she has to jump to the huge pine for a clearer view. After jumping onto the pine, she reaches the top of the tree. She can see the wonderful sea, 2 flying hawks, meadows, farms, churches, green flora and lush marshes. She is tired from her climb, but she looks for a white heron's nest. She doesn't see it until the tree tells her to look down. On the spot where the marsh touches the birches and hemlocks, she saw the heron. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ഈ കാട്ടിലേക്ക് വന്നിട്ട് ഒരു മരത്തിൻ്റെ മേലെ നല്ല പൊക്കമുള്ളൊരു പൈൻ മരത്തിൻ്റെ മേലെ കയറാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നും അവൾ നോക്കുമ്പോൾ കടലുകളും 2 പറക്കണ പരുന്തുകൾ, പുൽത്തകിടകൾ, പിന്നെ വയലുകൾ, പള്ളികൾ കാണാം, പച്ചപ്പ്, പിന്നെ ചതുപ്പ് നിലങ്ങൾ, ഇതൊക്കെ കാണാം കേട്ടോ. എന്നിട്ട് ഇത്ര അധികം ഉയർത്തി കയറിയോണ്ട് തന്നെ ഭയങ്കര ക്ഷീണിതമായിട്ടിരിക്കുകയാണ് സിൽവിയ. പക്ഷെ അവൾ വെള്ളക്കൊക്കിൻ്റെ താമസ സ്ഥലമാണ് തിരയുന്നത്. അവൾക്കതാണല്ലോ വേണ്ടത്. പക്ഷെ അത് അവൾക്ക് കാണുന്നില്ല. ആ പക്ഷിയുടെ കൂട് അവൾക്ക് കാണുന്നില്ല. അപ്പോൾ മരം പറയാണ് സിൽവിയനോട് താഴേക്ക് നോക്കാൻ. അപ്പോൾ ചതുപ്പ് പോർച്ച് മരങ്ങളെയും ഹോംലോക്ക് മരങ്ങളെയും തൊടുന്ന സ്ഥലത്ത് അവൾ ഒരു ഹെറോനെ കാണാണ്. ഒരു ഹെറോനെ നിൽക്കണ കാണാണ്, അതായത് ആ പക്ഷി നിൽക്കണ കാണാണ്. A white heron appears and flies to a nearby tree branch. The heron cries to his mate on the nest. Sylvia makes a sight as a bird glides back to his home in the marsh below. Sylvia descends the pine and wonders what will be the reaction of the hunter when she tells him where the nest is. അതായത് അവളുടെ കൊക്ക് പറന്നടുത്തുള്ളൊരു മരച്ചില്ലയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടിലിരിക്കുന്ന തൻ്റെ ഇണയെ അത് വിളിക്കുകയാണ് ആ കൊക്ക്. സിൽവിയ ഒരു നെടുവീർപ്പിടുകയാണ്. ആ പക്ഷി തൻ്റെ വീട്ടിലേക്ക് പറക്കുകയാണ്. അപ്പോൾ സിൽവിയ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ വീട്ടിലെത്തി. എന്നിട്ട് വേട്ടക്കാരനോട് ആ കൊക്കിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അതായത് ആ വേട്ടക്കാരൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുകയാണ്. At the farm, Mrs. Tilly and the hunter are looking for Sylvia, who was missing from her bed. Sylvia reaches the farm. The hunter thinks she has located the heron. Mrs. Tilly and the hunter ask her, but Sylvia doesn't reveal to them where the white heron lives. Mrs. Tilly scolds her for not succeeding in getting $10. Sylvia remains silent and does not give away the heron's locations. The young man eventually goes away disappointed, for Sylvia is interested in the bird's welfare. She sacrifices her interest in the boy hunter. Sylvia returns to the forest. For Sylvia, the birds are better friends than their hunters. അതായത് ഫാമിൽ മിസ്സിസ് ടില്ലിയും വേട്ടക്കാരനാണെങ്കിൽ സിൽവിയനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ രാവിലെ കട്ടിലിൽ കാണുന്നില്ല. രാവിലെ തന്നെ ആ മരത്തിൻ്റെ മേലെ കയറാൻ പോയില്ലേ, അപ്പോൾ കാണുന്നില്ല കട്ടിലിൽ. അപ്പോൾ സിൽവിയ ഫാമിലേക്ക് തിരിച്ചെത്തിയാണ്. അപ്പോൾ വേട്ടക്കാരൻ വിചാരിക്കുകയാണ് അവൾ ആ കൊക്കിൻ്റെ കൂട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ മിസ്സിസ് ടില്ലി ആണെങ്കിൽ വേട്ടക്കാരനും കൊക്കിനെ പറ്റി അവളോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ. പക്ഷേ കൊക്കിനെ കണ്ട കാര്യമൊന്നും സിൽവിയ പറയണില്ല അവരോട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ എവിടെയാണെന്നൊന്നും പറയണില്ല. അപ്പോൾ മിസ്സസ് ടില്ലി ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് സിൽവിയനോട്. കാരണം പ്രതിഫലമായിട്ട് അതിൻ്റെ കൂട് പറഞ്ഞു കൊടുത്താൽ $10 കിട്ടുമെന്നാണല്ലോ വേട്ടക്കാരൻ പറഞ്ഞത്. സിൽവിയ ആണെങ്കിൽ ഒന്നും മിണ്ടണമൊന്നുമില്ല. അവളാണെങ്കിൽ കൊക്കിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറുമല്ല. സിൽവിക്ക് പക്ഷികളെയാണ് കൂടുതലും
പ്രാധാന്യം. വേട്ടക്കാരനോടുള്ള അവളുടെ താല്പര്യം അവൾ ബലി കൊടുക്കുകയാണ്. അതായത് അവൾക്ക് കൂടുതൽ ഇഷ്ടം പക്ഷികളെയാണ്. അവൾ കാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് സിൽവിക്ക് വേട്ടക്കാരനേക്കാൾ കൂടുതൽ നല്ല കൂട്ടുകാർ പക്ഷികളാണ് എന്നാണ്